ഹായ് മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. ഏതാ ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റ്യൻ എവിടുന്ന വന്നതെന്നൊക്കെ നോക്കാം. യെസ്, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. 2 parabolas have a same focus at 4, 3 and their directrices are the x-axis and y-axis respectively. If these parabolas intersect at the points A and B, then AB square is equal to. ഈ ക്വസ്റ്റ്യൻ എവിടുന്ന് വന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കറിയാം കോണിക് സെക്ഷൻ എന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ കുറച്ച് നോളജ് ആവശ്യമുണ്ട്. കാരണം പക്ക ഒരു NCERT ലെവലിലുള്ള ഐഡിയ പോരാ, അതിനപ്പുറത്തേക്കുള്ള ഐഡിയ വേണം. ഇതിൻ്റെ കോൺസെപ്റ്റുകൾ, ഈ ടൈപ്പ് ക്വസ്റ്റിൻ്റെ കോൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മളൊരു പക്ഷേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എനിവേ, ഈ ക്വസ്റ്റിൻ്റെ നിലവാരം നമുക്ക് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ നിലവാരം പറയാം, അല്ലാതെ തന്നെ ഇത് പറയാം. കാരണം ഞാനിത് ഓൾറെഡി ചെയ്ത് നോക്കിയതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ടി ലെവലിൽ വരുന്നൊരു ക്വസ്റ്റനായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം ഇത് ഒറ്റയടിക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ എഴുതാൻ വലിയ പാടാണ്. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഏതായാലും. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഡ്രോ എ റഫ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആദ്യം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡയഗ്രാം വരയ്ക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 2 പരാബോളകളുടെ ഫോക്കസ് എന്ന് പറയുന്നത് 4, 3 അപ്പോൾ നമ്മൾ ഈ 4, 3 എവിടെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് കൃത്യമായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കണം. 4, 3 വരുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ ഞാൻ ആ 4, 3 വരുന്ന സ്ഥലം ഒന്ന് ജസ്റ്റ് പറയാം. 4, 3 വരുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സിനെ ഇങ്ങനെ 4 ആയിട്ട് എടുക്കുന്നു. ഇത് x ആക്സ് ആണ് കേട്ടോ, ഇത് y ആക്സ് ആണ്. വൈനെ ഞാൻ 3 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം 4, 3 എന്ന് പറയുന്ന പോയിന്റ് സംവെയർ ഹിയർ, ഇവിടെയാണ് വരിക. ദിസ് പോയിന്റ് സേ 4, 3. ഓക്കെ, ഇനി ഞാൻ 4, 3 ഒരു ലൈൻ വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ചോളണം, 4, 3 ഒരു ലൈൻ വരയ്ക്കുകയാണ്. അതായത് x ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു, അതുപോലെ y ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവിടെയാണ് പരാബോളിൻ്റെ ഫോക്കസ് കിടക്കുന്നത്. ഓക്കെ, പരാബോളിൻ്റെ ഫോക്കസ് കിടക്കുന്നത് 4, 3 ഞാൻ ഇത് നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, ഒരു പരാബോളൻ്റെ ഡയറക്ട്രിക്സ് y ആക്സ് ആണ്, ഒരു പരാബോളൻ്റെ ഡയറക്ട്രിക്സ് x ആക്സ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫോക്കസ് ഈ 4, 3 വരെയും വേണം. അപ്പോൾ നമുക്കിതെങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ജസ്റ്റ് മൊമെൻറ്റ്. യെസ്, ഒന്ന് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അതായത് ഒരു പരാബോള ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഒരു പരാബോള ഇതാണ്. ഈ പരാബോളൻ്റെ ഫോക്കസ് 4, 3 ആണ്. ഇതിൻ്റെ ഡയറക്ട്രിക്സ് പാരലൽ ടു x ആക്സും ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു പരാബോളയും കൂടെ നമുക്ക് വരയ്ക്കാനുണ്ട്. മറ്റൊരു പരാബോള എന്ന് പറയുന്നത് എന്താണ് നോക്കണം. വേറൊരു പരാബോള എന്ന് പറയുന്നത്, വേറൊരു പരാബോളയും കൂടെ വരയ്ക്കണം. അതിൻ്റെ ഫോക്കസ് 4, 3 തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഡയറക്ട്രിക്സ് എന്താണ്, x ആക്സിന് പാരലൽ ആയിരിക്കണം. സോ ദാറ്റ് പരാബോള ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ആ പരാബോള എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ആ പരാബോള എന്ന് വിചാരിച്ചു. ഇത് റഫ് ഡയഗ്രാം ആണ്, ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ. യെസ്, ഓക്കെ, ഇങ്ങനെയാണ് പരാബോള എന്ന് തൽക്കാലം നമ്മൾ വിചാരിക്കുകയാണ്. യെസ്, രണ്ടിൻ്റെയും ഫോക്കസ് 4, 3 യെസ്, ഇനി ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ നോക്കുക. ഡയറക്ട്രിക്സ്, ഒരു പരാബോളൻ്റെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, y ആക്സ് ആണ്. മറ്റൊരു പരാബോളൻ്റെ ഡയറക്ട്രിക്സ് എന്താണ്, x ആക്സ് ആണ്. അപ്പോൾ ഞാനിവിടെ x ആക്സിന് പാരലായിട്ട് y ആക്സിന് പാരലായിട്ട് 2 ലൈൻസുകൾ വരച്ചിട്ടുണ്ട്. 2 ലൈൻസുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് 4, 3 എന്ന് പറയുന്നത്. അതാണ് 2 പരാബോളയുടെയും ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ പരാബോളയിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പരാബോളയിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്. പരാബോളയിലൊരു പോയിന്റ് ഞാനിവിടെ P എന്നെടുത്തു. ഫോർ എക്സാമ്പിൾ P എന്നെടുത്തു. ഈ Pയിൽ നിന്ന് ഇതിൻ്റെ ഫോക്കസ് എസ്സിലേക്കുള്ള ദൂരം ഇതാണ്. Pയിൽ നിന്ന് എസ്സിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, Pയിൽ നിന്ന് എസ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ്. ജസ്റ്റ് മൊമെൻറ്റ്. Pയിൽ നിന്ന് എസ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ്. ഇവിടെ ഞാൻ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു. ഇതിന് ഞാൻ M എന്നെടുത്തു. അപ്പം നിങ്ങൾക്കറിയാം പരാബോളൻ്റെ കേസിൽ SP = എന്താണ്, PM ആണ്. എന്താണ് SP = എന്താണ്, PM ആണ്. SP = PM ആണെന്ന് എല്ലാവർക്കും അറിയാം. പരാബോള
ഇവിടെ കണ്ടീഷനാണ് എസ് പി ബൈ പി എം ഇസ് ഈക്വൽ ടു എസെൻട്രിസിറ്റി 1 ആണ്. സോ എസ് പി ഇസ് ഈക്വൽ ടു പി എം ആണ്. ഇനി ഈ വൈ ആക്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. വൈ ആക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 0x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. വൈ ആക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? 0x പ്ലസ് വൈ ഈക്വൽ ടു 0. സിംപ്ലി വൈ ഈക്വൽ ടു 0 ആണ്. ഇനി നോക്കടാ, ഇതിൽ എസ് പി ഈക്വൽ ടു പി എം ആണെങ്കിൽ എസ് പി സ്ക്വയർ ഇസ് ഈക്വൽ എന്തായിരിക്കും? പി എം സ്ക്വയർ ആയിരിക്കും. കാരണം ഡിസ്റ്റൻസ് ആണ്, നമുക്ക് റൂട്ടൊക്കെ വരും. സ്ക്വയർ ചെയ്താൽ റൂട്ടൊന്നും വേണ്ട. അപ്പോൾ ഇതിന് നമുക്ക് ഈ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ തൽക്കാലം ഇങ്ങനെ എടുക്കുകയാണ്. എങ്ങനെ എടുക്കുകയാണ്? x1 y1 എടുക്കുകയാണെന്ന് വിചാരിച്ചു. x1 y1 ആണ് പി. അപ്പോൾ നമുക്ക് എസ് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? x1 മൈനസ് 4 ദി ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ വരിക? ദാറ്റ് ഇസ് ഈക്വൽ ടു, now we have to find out the distance from P to the line. We know how to find the distance of a point from a line. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു പോയിന്റ് ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? We substitute this point alpha beta in the line, then by root of a square plus b square അല്ലേ. Similarly we substitute x1 y1 in the line by root of coefficient of x square plus coefficient of y square ആണ്. So coefficient of x 0 ആണ്, coefficient of y 1 ആണ്. So we substitute x1 y1 in this line. So we are getting only that y1. Denominator 1 വരിക അല്ലേ. So this is equal to y1 ആണ്, but there is a square pm square, so we can write it as y1 square. This is actually the equation of these kind of parabolas. Okay, ഇനി നമുക്ക് ഇത് ഞാൻ ഇതിന്റെ general awareness പറഞ്ഞതാണ്. But the question is they intersecting, these two parabolas intersecting at 2 points. These two parabolas intersecting at 2 points means just mark those points. അതിലൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഒരു പോയിന്റ്. ഈ കളറിലൊക്കെ എഴുതിയാൽ കാണുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു പോയിന്റ് ഇതാണ്. ദിസ് പോയിന്റ് ഇസ് എ ആൻഡ് ദിസ് പോയിന്റ് ഈസ് ബി. സോ ദർ ഇസ് എ കോഡ് എ ബി. ഇങ്ങനൊരു കോഡ് എ ബി ഉണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ ബി സ്ക്വയർ. അപ്പോൾ ഈ എ ബി സ്ക്വയർ കാണണമെങ്കിൽ നമുക്ക് ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാണണം അല്ലേ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ x1 y1 എന്നുള്ള പറയുന്ന പോയിന്റ് രണ്ട് പരാബിളിലും കൂടിയുള്ള കോമൺ പോയിന്റ് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് ആ രണ്ട് പോയിന്റിനെയും നമുക്ക് എന്തായിട്ട് എടുക്കാം? x1 y1 അല്ലെങ്കിൽ xy എന്ന് എടുക്കാം. ഇപ്പോൾ രണ്ട് പോയിന്റ് നമ്മൾ xy എന്നാണ് എടുക്കുന്നതെങ്കിൽ ഹൗ ഡു വി റൈറ്റ് ഇറ്റ്? രണ്ട് പോയിന്റ് ആണ്. അപ്പോൾ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇക്വേഷൻ ഓഫ് പരാബോളാസ് രണ്ടിന് ഇങ്ങനെ വരും. x മൈനസ് 4 ദി ഹോൾ സ്ക്വയർ. സപ്പോസ് നമ്മൾ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് x ആണെന്ന് വിചാരിച്ചോളൂ. x മൈനസ് 4 ദി ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണെടാ? ഇസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് ഒന്ന് നമുക്ക് y സ്ക്വയർ എന്ന് വരും. പിന്നെ നമുക്ക് വരിക x മൈനസ് 4 രണ്ടാമത്തെ പരാബോളൻ്റെ ഇക്വേഷൻ. സോ ഞാനിപ്പോൾ ഒരു പരാബോളൻ്റെ ഇക്വേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. സിമിലർലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഇക്വേഷൻ ഓഫ് ദി സെക്കൻഡ് പരാബോള ഓൾസോ. അപ്പം ഞാൻ ഒരു ഈ എസ് പി സികൾ പി എം വെച്ചിട്ട് ഒറ്റ പരാബോളൻ്റെ ഈ ഒരു പരാബോളൻ്റെ ഇക്വേഷനെ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. ഇനി ഈ ഒരു പരാബോളൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇതേപോലെ പറയാൻ പറ്റും. നിങ്ങളിവിടെ ഒരു x1 x2 y2 എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഫോക്കസിലേക്ക് വരയ്ക്കുക, ഇവിടുന്ന് വരയ്ക്കുക. ഈ എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? y ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് x പ്ലസ് 0y ഈക്വൽ ടു 0. അപ്പോൾ അതിലേക്ക് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. സിമിലർലി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ദി പോയിന്റ് ഓൺ ദി പരാബോള. Similarly, you will get the same type of equation. അപ്പോൾ ഇവിടെ y സ്ക്വയർ ആയിരിക്കില്ല, പകരം എന്തായിരിക്കും? x സ്ക്വയർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. നൗ second parabola has the equation x minus 4 the whole square. ഡിസ്റ്റൻസ് ഫോക്കസ് എന്ന പരാബോളയിലേക്കുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയതുകൊണ്ട് സെയിം തന്നെയാണ്. പിന്നെ നോക്കുക y minus 3 the whole square is equal to ഇവിടെ നമുക്ക് x സ്ക്വയർ എന്ന് കിട്ടും. So, but here we can see that these two are the same equations. Therefore, we can write x square is equal to y square. That implies we can say x equal to y. From here we get x equal to y. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. സോ യു ക്യാൻ ടേക്ക് x equal to y as positive. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Now we move on to the next step. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സോ x equal to y നിങ്ങൾക്ക് കിട്ടിയത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് put x equal to y in the equation number 1. Suppose this is our equation number 1 and this is our equation number 2. Now we substitute x equal to y in the equation number 1. So what we get? In the equation number 1 we have x minus 4 the whole square plus y ക്ക് പകരം നമ്മൾ x ആണ്. അപ്പോൾ x minus 3 the whole square is equal to y square എന്നുള്ളത് x square ആയിട്ട് മാറും. Let's expand. So we get x square minus 8x plus 16 plus എന്ത് കിട്ടും? x square minus 6x plus 9 is equal to x square. So easily we can cancel one of the x square. So x square minus 14x plus 25 is equal to 0. Let's factorize. Multiply ചെയ്ത് കഴിഞ്ഞാൽ 25, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നോ നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ റൂട്ട്സ്. ലെറ്റ്സ് സേ ദി റൂട്ട്സ് ആർ x1 and x2.
Now we can say that x1 x2 ആണ് ഇതിൻ്റെ രണ്ട് റൂട്ട്സ് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ x1 plus x2 സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 14 ആണ്. ആൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് വിൽ ബി വാട്ട്? പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈസ് 25. ഓക്കെ, അപ്പോൾ സം ഓഫ് റൂട്ട്സ് എഴുതി, പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് എഴുതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കുറച്ച് കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ സം ഓഫ് ദി റൂട്ട്സ് എഴുതി, പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എഴുതി. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എ ബി സ്ക്വയർ ആണ്. സോ വാട്ട് ഈസ് എ ബി സ്ക്വയർ? എ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കടാ, എ ബി എന്ന് പറയുന്ന പോയിന്റിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? എ എന്ന് പറയുന്ന പോയിന്റിന് സപ്പോസ് x1 y1 ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റ് x2 y2 എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റും, x1 മൈനസ് x2 ദി ഹോൾ സ്ക്വയർ അല്ലേ, പ്ലസ് y1 മൈനസ് y2 ദി ഹോൾ സ്ക്വയർ. ബട്ട് വി ഓൾറെഡി നോ ദാറ്റ് y1 ഇസ് ഈക്വൽ ടു x1 ആണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് x1 മൈനസ് x2 ദി ഹോൾ സ്ക്വയർ പ്ലസ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ. Why x1 minus x2 the whole square again? Because y equal to x ആണ്, so y1 equal to x1 and similarly y2 equal to x2. So we can write it as 2 times x1 minus x2 the whole square, and this is what the length of the length of the square of the chord. So this is 2 into, this can be written as x1 plus x2 the whole square minus 4 times x1 x2. Okay, 4 times x1 x2 എന്ന് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് x1 പ്ലസ് x2 വി ഓൾറെഡി നോ ഇറ്റ് ഈസ് 14. സോ വി ഹാവ് എ 14 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു x1 x2 is 25. So it will be 100, that is 10 square. So that is equal to, means AB square is equal to finally 14 square 2 times 14 square minus 10 square is in the form of a square minus b square. It is 14 plus 10, okay, multiplied by 14 minus 10. So what we are getting, 2 times 14 plus 10 is 24 multiplied by 4. So if you multiply these all things, what you will get? You will get answer as 192. You take the product, the answer will be 192. So the option is 1 is correct. So clear ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ചെയ്യുന്ന രീതി. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കാറ്റഗറി വരുന്ന അതാണ് കേട്ടോ, കാരണം നമ്മൾ ടൈം ഒരുപാട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. മാത്രമല്ല ഇതിൻ്റെ ഗ്രാഫ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആൻഡ് ഓൾസോ ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ദി ബിഗിനിങ് ഓഫ് ദി പ്രോബ്ലം ഈസ് വെരി ഡിഫിക്കൽട്ട്, ബിക്കോസ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ബട്ട് നമ്മൾ ക്ലാസ്സിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ ടൈപ്പ് എങ്ങനെയാണ് വരേണ്ടത്, ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണിത് കേട്ടോ. ഓക്കെ, യെസ്, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം.